പ്രേക്ഷകരെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആയിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഇടതുമുന്നണിക്കകത്തുണ്ടായ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ഈ പദ്ധതി മരവിപ്പിച്ചു നിർത്തി. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സൂചിപ്പിച്ചത് കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലഭിക്കാനുണ്ട്. ആ തുക ലഭിക്കുന്നതിന് വേണ്ടിയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായത് എന്നതാണ്. ഇപ്പോഴിതാ മന്ത്രി N ഷംസുദ്ദീനും അതുതന്നെയാണ് മറുപടി നൽകുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപയാണ് നമുക്ക് ലഭിക്കാനുള്ളത്? വിവരാവകാശ പ്രവർത്തകൻ ആയിട്ടുള്ള രാജു വാഴക്കാല നൽകിയ അപേക്ഷയിൽ അത് സംബന്ധിച്ച മറുപടിയുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് രാജു വാഴക്കാലയുടെ വാക്കുകളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ഇരു സർക്കാരുകളും തമ്മിൽ തർക്കം നടക്കുമ്പോഴാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തത് മൂലം SSK പദ്ധതി പ്രകാരം 1600 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകാനുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാകുന്നു. PM ശ്രീയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ലഭിക്കേണ്ട 1600 കോടിയോളം രൂപ SSKയുടെ വിവിധ പദ്ധതികളിൽ നടപ്പാക്കേണ്ട ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ സർക്കാരുകൾ ഇല്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ PM ശ്രീയുടെ പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതം നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരാവകാശ അപേക്ഷ പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അണ്ടർ സെക്രട്ടറിയുമായ ചിത്രലേഖ KK നൽകിയ മറുപടിയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതായത് PM ശ്രീ പദ്ധതിയിൽ കേരളം മുന്നോട്ട് പോകുന്നില്ല, അതിൽ ഒപ്പുവെച്ചുവെങ്കിലും ആ പദ്ധതി മരവിപ്പിച്ചു നിർത്തിയ പശ്ചാത്തലത്തിൽ കേരള സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെയും ലഭിക്കേണ്ടത് 1600 കോടി രൂപ എന്നതാണ് ഇപ്പോൾ വിവരാവകാശ വിവരപ്രകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ സമഗ്ര ശിക്ഷ കേരള SSK വിഹിതവും മറ്റ് അനുബന്ധ പദ്ധതികളും ഉൾപ്പെടെ ആണ് ഈ 1600 കോടി രൂപ കേരളത്തിന് ലഭിക്കാനുള്ളത്. അതെങ്ങനെ എന്നതുകൂടി നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഒരു പട്ടിക. സാമ്പത്തിക വർഷം കേന്ദ്ര വിഹിതം ലഭിക്കാനുള്ളത് 2023-24 സാമ്പത്തിക വർഷം 421.62 കോടി രൂപ ആണ് കേന്ദ്രം കേരളത്തിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. അതേസമയം 141.06 കോടി രൂപയാണ് വിവരാവകാശ കണക്ക് പ്രകാരം കേരളത്തിന് 2023-24 സാമ്പത്തിക വർഷം ലഭിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക, 280 കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് എന്നതാണ് ഡേറ്റകൾ. 2024-25 സാമ്പത്തിക വർഷം കേന്ദ്ര വിഹിതം എന്നത് 513.54 കോടി രൂപയാണ്. ഇതിൽ കേരളത്തിന് 1 രൂപ പോലും 2024-25 സാമ്പത്തിക വർഷം കേന്ദ്രം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി പൂർണ്ണമായും ഈ തുക ലഭിക്കേണ്ട സാഹചര്യം ആണ് ഉള്ളത്. 2025-26 എന്നത് 456.65 കോടി രൂപയാണ് പദ്ധതി വിഹിതം, കേന്ദ്ര വിഹിതമായിട്ടുള്ളത്. നമുക്ക് ലഭിച്ചത് കേവലം 99.27 കോടിയാണ്. 357 കോടി രൂപ ആണ് നമുക്ക് ലഭിക്കാനുള്ളത്. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്നതുകൊണ്ട് 1600 കോടിയോളം രൂപ ആണ് ഈ 2023 മുതൽ ഇതുവരെയും നമുക്ക് ലഭിക്കാനുള്ളത്. അതേസമയം 2023 മുതൽ 24 വരെയും അതോടൊപ്പം 25 മുതൽ 26 വരെയുമുള്ള സാമ്പത്തിക വർഷത്തിലെ 106 കോടി രൂപ കേരളത്തിന് നൽകുക എന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്, അനുമതി നൽകിയിട്ടുണ്ട്. അത് പ്രകാരം ഉള്ള ഉത്തരവ് 2026 ജൂൺ 9 പുറത്തിറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ തുകയും ഈ കഴിഞ്ഞ ദിവസമാണ് വിവരാവകാശം പ്രകാരമുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതനുസരിച്ച് ഈ തുകയും ലഭിച്ചിട്ടില്ല എന്നതാണ് കണക്കുകളിലൂടെ വ്യക്തമാകുന്നത് എന്നതാണ്. ഇനി ഇതാ ഇപ്പോഴത്തെ, അതായത് ഈ തർക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം 2026-27 സാമ്പത്തിക വർഷം, അവിടെയും കേന്ദ്ര വിഹിതം എന്നത് 440 കോടി രൂപ എന്നതാണ്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് 0 എന്നതാണ്. അതായത് 1 രൂപ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകളിലൂടെയും വ്യക്തമാകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതാ നമ്മൾ എപ്പോഴും ഈ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ട് എന്നത് നമുക്കറിയാം. അപ്പോൾ പോലും PM ശ്രീയുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ
അതിൻ്റെ ഭാഗമാകുമ്പോൾ SSKയും മറ്റ് അനുബന്ധ പ്രൊജക്റ്റുകളും അനുസരിച്ചുള്ള തുകയാണ് കേരളത്തിന് ലഭിക്കേണ്ടത്. ആ തുകയും കേരളത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് നമുക്ക് ആ വിവരാവകാശ രേഖപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നത്. 24,104 കോടി രൂപ കേന്ദ്ര ബജറ്റിൽ ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. അത് പ്രകാരം കേരളത്തിലേക്ക് വരുമ്പോൾ മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഹോസ്റ്റൽ നിർമ്മാണത്തിന് അടക്കം തുക ലഭിക്കേണ്ടതാണ്. ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ്. 60% ഫണ്ടാണ് കേന്ദ്രം വഹിക്കുന്നത്, കേരളം 40% എന്നതാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് 5.59 കോടി രൂപയാണ്. ഇപ്പോഴും ഈ PM ശ്രീയുമായി നമ്മൾ മുന്നോട്ട് പോകാത്തത് മൂലം ഈ പദ്ധതി പ്രകാരമുള്ള തുക നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നത്. മറ്റൊന്ന് ധാത്രി ആബ ജൻതിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. ഇതുപ്രകാരം ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ 79,000-ലധികം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ തുകയിൽ നിന്ന് 3.57 കോടി രൂപ യഥാർത്ഥത്തിൽ കേരളത്തിന് ലഭിക്കേണ്ടതാണ്. പക്ഷേ PM ശ്രീ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഈ 3.57 കോടി രൂപയും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നത്. മറ്റൊന്ന് ഈ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ആ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി 9,000 കോടി രൂപ കേന്ദ്ര സർക്കാർ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളതാണ്. ആ 9,000 കോടി രൂപയിൽ ഇടുക്കി ജില്ലയിൽ 5.57 കോടി രൂപ ലഭിക്കേണ്ടതുണ്ട്, പാലക്കാട് 9 കോടി രൂപ ലഭിക്കേണ്ടതുണ്ട്. ഇത്രയും തുക ഈ 2 ജില്ലകൾക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കാരണം കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലഭിക്കാനുള്ളത് കൊണ്ടാണ് എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ശരി എന്ന് തന്നെയാണ്. ഒപ്പം ഇതാ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള N ഷംസുദ്ദീനും പറയുന്നത് അന്ന് സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതമായത് ഈ തുക ലഭിക്കാൻ ഉള്ളതുകൊണ്ടാണ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയുടെ മറുപടി പ്രകാരം കേന്ദ്ര സർക്കാർ ഏതാണ്ട് 1,600 കോടിക്ക് മുകളിൽ തുക PM ശ്രീ പദ്ധതിയുടെ ഭാഗം ആകാത്തതുകൊണ്ട് കേരളത്തിന് നൽകുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്.